ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഒരു വാഹനത്തിൻ്റെ 4 ഗിയറുകൾ മാറി ഓടിക്കുന്നത് എങ്ങനെയെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി നിൽക്കുകയാണ്. വണ്ടി സ്റ്റാർട്ടായി നിൽക്കുന്നതുകൊണ്ട് അർത്ഥം വണ്ടി ന്യൂട്രൽ എന്നാണ്. അപ്പോൾ ന്യൂട്രലാണ് നമ്മൾ വണ്ടി എടുക്കുന്നതെങ്കിൽ ബ്രേക്ക് ചവിട്ടുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ഫസ്റ്റ് ഗിയർ ഇടുന്നു. ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലച്ചിനെ റിലീസ് ചെയ്യുന്നു, ഹാഫ് ക്ലച്ച് കൊണ്ട് നിർത്തുന്നു. ഹാഫ് ക്ലച്ചിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം. അപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാലാണ് വണ്ടി മൂവ് ചെയ്യുന്നത്. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ജസ്റ്റ് ക്ലച്ച് ഒന്ന് ചവിട്ടിക്കണം. ചവിട്ടിയിട്ട് സെക്കൻഡ് സ്റ്റേജ് ക്ലച്ച് ഉയർത്തി ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തണം. അപ്പോൾ വണ്ടി മൂവ് ചെയ്യുമ്പോൾ തന്നെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുകയും വേണം. അപ്പോൾ സ്പീഡ് വരുത്തണം. ആക്സിലേറ്റർ കൊടുത്താണ് സ്പീഡ് വരുത്തേണ്ടത്. അടുത്ത ഗിയറിലോട്ട് മാറണം, സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ വീണ്ടും ക്ലച്ച് വരണം. ക്ലച്ചിനെ പകുതിയിൽ കൊണ്ട് നിർത്തണം. പകുതിയിൽ നിർത്തിയിട്ട് വീണ്ടും ക്ലച്ച് വരണം. അതിനനുസരിച്ച് ആക്സിലേറ്റർ കൊടുത്ത് വീണ്ടും സ്പീഡ് വരുത്തണം. സ്പീഡ് വരുത്തിയിട്ട് വീണ്ടും നമുക്ക് ഇപ്പോൾ തേർഡ് ഗിയർ എത്തിക്കഴിഞ്ഞു. തേർഡ് ഗിയർ എത്തിയിട്ട് ഫോർത്ത് ഗിയറിലോട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിൽ ഫ്രണ്ട് ക്ലിയർ ആണെങ്കിൽ സ്പീഡ് വരുത്തി ഫോർത്ത് ഗിയറിലോട്ട് മാറ്റണം. അതല്ല ഫോർത്ത് ഗിയറിലോട്ട് മാറ്റാൻ പറ്റുന്നില്ല, ഫ്രണ്ട് ക്ലിയർ അല്ലെന്നുണ്ടെങ്കിൽ തേർഡ് ഗിയറിൽ തന്നെ പോകണം. തേർഡ് ഗിയറിൽ പോയിട്ട് എപ്പോഴാണോ ഫോർത്ത് ഗിയറിലോട്ട് മാറ്റാൻ പറ്റുന്നത് അതിന് മുമ്പായിട്ട് ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തി ഫോർത്ത് ഗിയറിലോട്ട് മാറ്റണം. ഫോർത്ത് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് ക്ലിയർ അല്ലാതായി വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞാൽ ഉടൻ 4-ൽ നിന്ന് ഫോർത്തിൽ നിന്ന് തേർഡ് ഗിയറിലോട്ട് മാറ്റണം. തേർഡ് ഗിയറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഫ്രണ്ട് ക്ലിയർ ആകുമ്പോൾ സ്പീഡ് വരുത്തി ഫോർത്ത് ഗിയറിലോട്ട് മാറ്റണം. ഇങ്ങനെ ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഓരോ ഗിയറിൻ്റെയും സ്പീഡ് വരുത്തി ഫോർത്ത് ഗിയറിൽ എത്തിക്കുകയും ഫോർത്ത് ഗിയറിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൻ്റെ വേഗത കുറയുന്നതനുസരിച്ച് എത്രയാണോ വേഗത കുറഞ്ഞത് ആ കുറഞ്ഞ ഗിയറിൽ, ഇപ്പോൾ നന്നായി വേഗത കുറഞ്ഞെങ്കിൽ സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റിയിട്ട് വീണ്ടും സ്പീഡ് വരുത്തി തേർഡ് ഗിയർ, വീണ്ടും സ്പീഡ് വരുത്തി ഫോർത്ത് ഗിയർ, ഈ ഗിയറിലോട്ട് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇടത്തോട്ട് തിരിക്കരുത്. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വണ്ടി പോകണം. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഉടൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടണം. അപ്പോഴറിയാം നമുക്ക് പറഞ്ഞത് നമ്മൾ കേട്ടു. എന്നിട്ട് നമ്മൾ ക്ലച്ച് ചവിട്ടി. വാഹനത്തിന് വേഗത കുറവാണെങ്കിൽ ആദ്യം ക്ലച്ച് ചവിട്ടണം, വേഗത കൂടുതലാണെങ്കിൽ ആദ്യം ബ്രേക്ക്. അപ്പം നമുക്ക് പോകുന്ന മിക്കവാറും വേഗത കുറഞ്ഞായിരിക്കും. അപ്പോൾ ആദ്യം ക്ലച്ച് ചവിട്ടണം. ക്ലച്ച് ചവിട്ടി വണ്ടിയുടെ വേഗത കുറഞ്ഞിട്ട് ലെഫ്റ്റ് റൈറ്റ് റിട്ടേൺ ചെയ്ത് വണ്ടിയെ ഒതുക്കി നിർത്തണം. അപ്പോൾ ഇതാണ് റോഡ് നമ്മൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇക്കാര്യം പ്രത്യേകിച്ച് മനസ്സിലോർക്കുക. ഇനി വണ്ടിയിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് അടുത്ത ഒരു വീഡിയോയിലോട്ട് അയക്കും. അപ്പോൾ അത് കണ്ട് നന്നായി മനസ്സിലാക്കുക. അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ എപ്പോഴും ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് മാത്രമല്ല, നമ്മൾ എപ്പോഴും ഒരു വണ്ടി എടുക്കുമ്പോഴും ഓരോ ഗിയറിൻ്റെയും സ്പീഡ് എത്രയും പെട്ടെന്ന് വരുത്തി ഫോർത്ത് ഗിയറിലെത്തുക എന്നുള്ളതാണ് ചുരുക്കം. അതിന് എനർജറ്റിക് ആയിട്ടാണ് വാഹനത്തിൽ ചെയ്യേണ്ടത്. അല്ലാതെ സമയതാമസം എടുത്ത് ഉദാസീനതയോടെ അലസതയോടെ ഓരോ കാര്യങ്ങളും ഓർത്ത് വണ്ടിയിൽ കുനിഞ്ഞു നോക്കിയല്ല ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സാണ് അടുത്തൊരു വീഡിയോയിലൂടെ അയക്കുന്നത്. അതോടെ കാണുക.